നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരള ഇന്നലെ തുടങ്ങി. പ്രൗഢഗംഭീരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളും പിന്നെ ഉദ്ഘാടന മത്സരം മികച്ചൊരു പോരാട്ടം തന്നെ മലപ്പുറം FC യും ഫോഴ്സ കൊച്ചിയും തമ്മിൽ നടന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മലപ്പുറം FC വിജയിച്ചു. ഇതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇന്നലത്തെ കളി നൽകുന്ന സൂചനകൾ എന്താണ്? കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഈ ടൂർണമെൻറ്റിന് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച രൂപത്തിൽ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സുഹൃത്തിനോട് സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ച കുറച്ച് ആശങ്കകൾ, അതേ ആശങ്കകൾ നമ്മിൽ പലർക്കും ഉണ്ടായിരുന്നു. അതായത് 1 മാസം 1.5 മാസം കൊണ്ടൊക്കെ ഒരു ടീം ഉണ്ടാക്കുക, എന്നിട്ട് ഒരു ലീഗ് കളിക്കുക, ഇതൊക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആവും? 2.5-3 മാസക്കാലത്തേക്ക് മാത്രമായിട്ട് കോൺട്രാക്റ്റിൽ വരുന്ന വിദേശ താരങ്ങളുടെ ഒക്കെ നിലവാരം എങ്ങനെയായിരിക്കും? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. കളിയുടെ നിലവാരം വളരെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്ന ആശങ്ക. പക്ഷേ ആ ആശങ്കകളൊക്കെ കാറ്റിൽ പറത്തുന്നൊരു പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് മലപ്പുറം FC ഭാഗത്തു നിന്ന് ജോൺ ഗ്രിഗറിയുടെ കീഴിൽ അവർ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു ഫീലാണ് ഇന്നലെ തൊട്ട കളിയിൽ അവർ നമുക്ക് തന്നിട്ടുള്ളത്. മികച്ച ഷേപ്പിലാണ് അവർ മത്സരത്തിലുടനീളം നിന്നത്. വളരെ കാമായിട്ടാണ് അവർ കളിച്ചത്. ക്വാളിറ്റി ഫുട്ബോളാണ് പുറത്തെടുത്തത്. അതുപോലെ അവരുടെ താരങ്ങൾ തമ്മിൽ കാണിച്ച ഒരു ഒത്തിണക്കം, പ്രത്യേകിച്ച് വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു പറയണം. ആ ഒരു സ്പാനിഷ് കണക്ഷനൊക്കെ വളരെ മികച്ച രൂപത്തിൽ നമ്മൾ കണ്ടു. ജോസേബ ബെയ്റ്റിയക്കാണ് പിന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത്. പിന്നെ മാൻസീനിയുടെ പ്രകടനം അത് വേറെ തന്നെ എടുത്തു പറയണം. അദ്ദേഹം കിട്ടുന്ന അവസരങ്ങൾ വലയിലേക്ക് എത്തിക്കാനും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഏറെ മിടുക്കനാണ്. അപ്പോൾ അവരുടെ ചേരുവകളൊക്കെ കറക്റ്റ് അളവിൽ മിക്സ് ആയിരുന്നു. നന്നായിട്ട് അവർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളിക്കളത്തിൽ വളരെ മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തുകയും ചെയ്തു. അപ്പോൾ ജോൺ ഗ്രിഗറി നമുക്കറിയാം, ISL അദ്ദേഹം ചെന്നൈയിൻ FC നേരത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ISL ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നുള്ളത് ഒരു ഷെയിം തന്നെയാണ്. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും മികച്ച രൂപത്തിൽ ടീമിനെ ഒരുക്കി കളിക്കളത്തിലേക്ക് വിടാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് അദ്ദേഹം ഇവിടെ തെളിയിക്കുകയാണ്. അപ്പോൾ മലപ്പുറം FC നമുക്ക് തന്നത് നല്ല ക്വാളിറ്റി ഫുട്ബോളാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ ഫോഴ്സ കൊച്ചിയുടെ ഭാഗത്ത് നിന്ന് അവരൊന്നുകൂടി സെറ്റാവാനുണ്ട്, സംശയമൊന്നുമില്ല. അത് മരിയോ ലെമോസിൻ്റെ കീഴിൽ വരും നാളുകളിൽ ടീം കൂടുതൽ ബെറ്റർ ആവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും 1-2 മാച്ച് ഡേകൾ കൂടി കഴിയുമ്പോൾ ടീമുകൾ കൂടുതൽ സെറ്റാവുകയും കൂടുതൽ ക്വാളിറ്റി മത്സരങ്ങൾ നമ്മിലേക്ക് എത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ISLൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു തുടക്കം എന്ന് പോലും പലരും ഇപ്പോൾ നിരീക്ഷിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ നിലവാരം, ആ ഒരു പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ ഉയർന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിപ്പം ഇന്നലെ ലൈവ് സ്ട്രീമിംഗ് കണ്ട എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ടാകും. അപ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനാഗുറൽ മാച്ചെങ്കിലും നൽകുന്ന സൂചന അതാണ്. പിന്നെ ഉണ്ടായിരുന്നൊരു സംശയം, കളിക്കളത്തിലേക്ക് ആളുകൾ എത്തുമോ? ഇങ്ങനെ സ്റ്റേറ്റ് ലീഗ് കാണാനൊക്കെ വേണ്ടി കളിക്കളത്തിലേക്ക് എത്രത്തോളം ആരാധകർ എത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് ആരാധകർ ഒഴുകിയെത്തും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ISL ക്ലബ്ബാണ്. പക്ഷെ ഇതിപ്പം ജില്ലാ ബേസ്ഡ് ക്ലബ്ബുകളാണ്. അതും എല്ലാ ജില്ലകൾക്കുമില്ല. 6 ജില്ലകളിൽ നിന്നാണ് ക്ലബ്ബുകൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഒരു പിന്തുണ ആരാധകർ എത്തുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളും ദൂരീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ ക്രൗഡ് എത്തിയിട്ടുള്ളത്. ഇപ്പം സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അറ്റൻഡൻസിന്റെ കണക്ക് നോക്കുക. 22,894 അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ മികച്ചൊരു ക്രൗഡ് തന്നെയാണ്. ഇനിയിപ്പോൾ മലപ്പുറത്തേക്ക് കളി എത്തുമ്പോൾ വയനാട് സ്റ്റേഡിയം നിറഞ്ഞ് കവിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം FCയുടെ ഹോം മത്സരങ്ങൾക്ക്. അവിടെ മലപ്പുറത്തിന് മാത്രമല്ല തൃശ്ശൂരിൻ്റെ മത്സരങ്ങളുമുണ്ട്. ആര് വന്നാലും പന്ത് കളി പ്രേമികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ മലപ്പുറത്തെ സ്റ്റേഡിയം നിറയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കളിയുടെ ക്വാളിറ്റി ഒട്ടും മോശമല്ല. അത് ഇനിയും ഇംപ്രൂവ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സോ സൂപ്പർ ലീഗ് കേരളയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.